ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർ ലേഖനം 7-ാം അധ്യായത്തിൽ ചോദിച്ചു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുമെന്ന്. ആ ചോദ്യം റോമർ 7:24 കാണുന്ന ആ ചോദ്യം, അതിന് നമുക്ക് കിട്ടുന്ന മറുപടി അപ്പോസ്തലൻ നാവിൽ കൂടി തന്നെ കിട്ടുന്നുണ്ട്. അത് 8-ാം അധ്യായം 2-ാം വാക്യത്തിലാണ്, തൊട്ടടുത്ത് തന്നെ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും എന്ന ചോദ്യത്തിൻ്റെ മറുപടി പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്നാണ്. പരിശുദ്ധാത്മാവ് വിടുവിക്കുമെന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണം നമുക്ക് സ്വാതന്ത്ര്യം തരുമെന്നാണ്. ജഡത്തിൻ്റെ പ്രമാണം എന്നിലുണ്ട്, ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് സ്വാതന്ത്ര്യം തരും. ജഡത്തിൻ്റെ ഇച്ഛകൾ എന്നിലുണ്ട്, പരിശുദ്ധാത്മാവ് എനിക്ക് ജയം തരും. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, മരണത്തിൻ്റെ പ്രമാണം വാഴുന്ന എന്നിൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം വാഴുവാനിടയായി. എന്നും തോൽവിയടഞ്ഞിരുന്ന എന്നിൽ ജയം തരാൻ ദൈവത്തിന് പ്രസാദമായി. എന്നും പരാജയപ്പെട്ടുകൊണ്ടിരുന്ന എനിക്ക് ജയം തരാൻ ദൈവത്തിന് തിരുമനസ്സായി. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇതുവരെയും തോറ്റുകൊണ്ടിരുന്ന എനിക്ക്, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനായ എനിക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി. ഞാൻ അടിമയെപ്പോലെയായിരുന്നു. ഞാൻ അടിമ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദുഷ്ടനായ പൈശാചികനും അവൻ്റെ പാപത്തിനും ഞാൻ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് എനിക്ക് മോചനം തന്നിരിക്കുന്നു, എനിക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ക്രിസ്തു എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും കൃപയാലും നൽവരത്താലും എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. എനിക്ക് മോചനം തന്നിരിക്കുന്നു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 1941 പ്രസിഡന്റ് റൂസ്വെൽറ്റ് ഒരു പ്രസംഗം ചെയ്തു. അന്ന് അമേരിക്കൻ ജനതയ്ക്ക് അത്യന്താപേക്ഷിതമായി വേണ്ടതായ 4 കാര്യങ്ങൾ എന്തെല്ലാമെന്നാണ് അദ്ദേഹം ആ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞത്. അതിനുവേണ്ടിയാണ് നിലകൊള്ളേണ്ടത് എന്ന് രാഷ്ട്രത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. എന്തെല്ലാമാണ് 4 കാര്യങ്ങൾ? 1, അഭിപ്രായ സ്വാതന്ത്ര്യം വേണം. 2, ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. 3, ആരാധനാ സ്വാതന്ത്ര്യം വേണം. 4, ആവശ്യഭാരങ്ങളിൽ ഒരു സ്വാതന്ത്ര്യം വേണം. 4 കാര്യങ്ങൾ. 1, അഭിപ്രായ സ്വാതന്ത്ര്യം വേണം. സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ കഴിയണം. വേറൊരാളുടെ അഭിപ്രായം നമ്മിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. വേറൊരാളുടെ ആശയഗതി നമ്മിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അവനവൻ്റേതായ ഒരഭിപ്രായം പറയാനും അത് നിർദ്ദേശിക്കാനുമുള്ള സ്വാതന്ത്ര്യം വേണം. അഭിപ്രായ സ്വാതന്ത്ര്യം വേണം. ആരാധനാ സ്വാതന്ത്ര്യം വേണം. ആരെ ആരാധിക്കണം, എന്തിനെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, അത് അവരവർക്ക് അതിനുചിതമായ സ്വാതന്ത്ര്യം വേണം. ആരും ആരെയും അടിച്ചേൽപ്പിക്കരുത് ആരാധനയുടെ കാര്യം. ആരാധനാ സ്വാതന്ത്ര്യം വേണം. 3-ാമത്തെ കാര്യം, ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. മനുഷ്യനെ ഹിംസിക്കുന്ന ഒരു വലിയ ഭീകര ശത്രുവാണ് ഈ ഭയം. ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. 4-ാമത്തെ കാര്യം, മനുഷ്യന് പല പല ആവശ്യങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. ഫ്രീഡം ഫ്രം വാണ്ട്, ആവശ്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം. ആവശ്യങ്ങളുടെ മുൻപിൽ മനുഷ്യൻ പതറിപ്പോകുന്നു. ആകുലങ്ങളുടെ മുന്നിൽ മനുഷ്യൻ വെപ്രാളപ്പെട്ടു പോകുന്നു. അവൻ അമ്പരപ്പിലായി പോകുന്നു. പല കാര്യങ്ങളും നടക്കുന്നില്ല. അവൻ്റെ ദൈനംദിന ആവശ്യങ്ങൾ നടക്കുന്നില്ല. അവൻ്റെ ജീവിതത്തിൻ്റെ പല പല ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പോകാനുള്ള സ്വാതന്ത്ര്യം വേണം. അതിൽ വേറെ ആരും കൈയടത്തരുത്. ഇതിനെല്ലാം കൂടി സമാഹരിച്ച് ഒരു വാക്ക് പറയാം: ഫ്രീഡം ഫ്രം ഡിഫീറ്റ്.
തോൽവിയിൽ നിന്ന് സ്വാതന്ത്ര്യം. ഫ്രീഡം ഫ്രം ഡിഫീറ്റ്, തോൽവിയിൽ നിന്ന് സ്വാതന്ത്ര്യം. ഒരു കാര്യത്തിലും മനുഷ്യൻ തോൽവി അടയാൻ പാടില്ല. വളരെ മനോഹരമായ ചിന്തയാണത്. ഫ്രീഡം ഫ്രം ഡിഫീറ്റ്. സഹോദരങ്ങളെ, ഈ അപ്പോസ്തലനായ പൗലോസിൻ്റെ റോമർ ലേഖനത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ്. റോമർക്കെഴുതിയ ലേഖനം മുഴുവൻ പരിശോധിച്ചാൽ ഫ്രീഡത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിൽ 19 പ്രാവശ്യം ആത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ തന്നെ 19 പ്രാവശ്യം പറയും. പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് പറയുന്നത്. എനിക്ക് സാധിക്കുന്നില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് സാധിപ്പിക്കും, അതാണ് പറയുന്നത്. ഞാൻ തോൽവി അടയുന്നു, പക്ഷേ പരിശുദ്ധാത്മാവ് ജയിപ്പിക്കും, അതാണ് പറയുന്നത്. അപ്പോസ്തലൻ ക്ലേശിച്ച് ആന്തരികമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറി ജയവീരനായി തീർന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ 7-ാം അധ്യായത്തിൽ തന്നെ പറയും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല, പക്ഷേ ക്രിസ്തു എനിക്ക് ജയിപ്പിച്ചു തരുന്നു. എനിക്ക് തന്നെ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, പക്ഷേ ക്രിസ്തു എനിക്ക് സ്വാതന്ത്ര്യം തരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് സ്വാതന്ത്ര്യം തരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണം. ഇതും കുറേ അധികം വിസ്തീകരിക്കാനുണ്ട്, കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. സഹോദരങ്ങളെ, കേൾക്കുമ്പോൾ പക്ഷേ ഇമ്പമായി എന്ന് വരികയില്ല. എന്നാൽ അത് ആഴത്തിലേക്ക് നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഇതിൽ പരം ഇമ്പം മറ്റൊന്നില്ല. ആന്തരികമായൊരു സ്വാതന്ത്ര്യം, അകത്തൊരു സ്വസ്ഥത, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുക. ഇതുവരെ എന്നെ കീഴടക്കിക്കൊണ്ടിരുന്ന എൻ്റെ കോപത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുക. ഇതുവരെ എന്നെ കീഴടക്കിക്കൊണ്ടിരുന്ന എൻ്റെ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുക. ഇതുവരെ എന്നെ കീഴടക്കിക്കൊണ്ടിരുന്ന എൻ്റെ അശുദ്ധ വികാരങ്ങളിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുക. ഇതുവരെ എൻ്റെ ജീവിതത്തെ മലീമസമാക്കിക്കൊണ്ടിരുന്ന മ്ലേച്ഛതകളിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുക. ഇതുവരെ എന്നെ കെട്ടിയിട്ടിരുന്നതായ എൻ്റെ ദുഷ്പ്രവണതകളിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുക. എന്തൊരു പദവിയാണെന്നോ, എന്തൊരു ഭാഗ്യമാണെന്നോ. പാപം നമ്മിൽ നിന്ന് മാറുന്നു. പാപത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ലാതായിത്തീരുന്നു. സാധിക്കുമോ, ഇങ്ങ് കിട്ടുമോ എന്ന് നിങ്ങൾക്ക് തോന്നും. പ്രിയപ്പെട്ടവരെ, അതാണ് പറഞ്ഞത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. എനിക്ക് അസാധ്യമാണ്, എനിക്ക് സാധ്യമല്ല, ഞാൻ ജയിക്കില്ല, എനിക്ക് സാധ്യമല്ല. പക്ഷേ ക്രിസ്തു എനിക്ക് ജയം തരും. ക്രിസ്തുവിൻ്റെ ആത്മാവ് എനിക്ക് ജയം തരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് സ്വാതന്ത്ര്യം തരും. ദൈവത്തിന് സ്തോത്രം. അത് അനുഭവിക്കാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യൻ നേടാവുന്ന ഏറ്റവും വലിയ നേട്ടം. പണ്ട് വള്ളത്തോൾ മഹാകവി പാടി ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാരെക്കുറിച്ച്, പഴയകാല മഹർഷിവര്യന്മാരെക്കുറിച്ച് പാടി. ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാരിനുള്ള അടിക്കല്ലു പാർത്തു കണ്ടറിഞ്ഞവർ, യോഗൈക നിരതന്മാർ ഭോഗനിസ്പൃഹർ പരിത്യാഗൈക ദ്രവിഡന്മാർ, അവർ തൻ വാസങ്ങളോ പൊട്ടപ്പുല്ലുകൾ കൊണ്ടും ശുഷ്കവത്രൗഹം കൊണ്ടും കെട്ടിമേഞ്ഞവയായ പാഴ്ക്കുടിലുകളത്രേ. എങ്കിലും അവയിൽ നിന്നിങ്ങ് കിട്ടിയ മണിത്തങ്കങ്ങൾ മഹാർഘങ്ങൾ മറ്റെങ്ങും അലഭ്യങ്ങൾ. ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാരിനുള്ള അടിക്കല്ലു പാർത്തു കണ്ടറിഞ്ഞവർ, യോഗൈക നിരതന്മാർ ഭോഗനിസ്പൃഹർ പരിത്യാഗൈക ദ്രവിഡന്മാർ, അവർ തൻ വാസങ്ങളോ പൊട്ടപ്പുല്ലുകൾ കൊണ്ടും ശുഷ്കവത്രൗഹം കൊണ്ടും കെട്ടിമേഞ്ഞവയായ പാഴ്ക്കുടിലുകളത്രേ. എങ്കിലും അവയിൽ നിന്നിങ്ങ് കിട്ടിയ മണിത്തങ്കങ്ങൾ മഹാർഘങ്ങൾ മറ്റെങ്ങും അലഭ്യങ്ങൾ. മറ്റൊരിടത്തും കിട്ടാത്ത അത്യനർഘങ്ങളായ വിലയേറിയ നിധികളാണ് പഴയകാല മഹർഷീന്ദ്രന്മാരുടെ ഉന്നതമായ ഉദാത്തമായ ചിന്താസരണിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന് മനുഷ്യജാതിക്ക് ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ മഹർഷീന്ദ്രന്മാർ പ്രാർത്ഥിച്ചു. എന്തു പ്രാർത്ഥിച്ചു? പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ ത്രാഹിമാം പുണ്ടരീകാക്ഷ സർവയജ്ഞേശ്വരോ ഹരി. എന്താണത്? അയ്യോ, ഞാൻ പാപിയാണ്. പാപോഹം പാപകർമ്മോഹം, പ്രവൃത്തിയിൽ മുഴുവൻ പാപമാണ്. പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ ത്രാഹിമാം പുണ്ടരീകാക്ഷ സർവയജ്ഞേശ്വരോ ഹരി. സർവജഗന്നിയന്താവായ പരബ്രഹ്മസ്വരൂപമേ, ദൈവത്തെ വിളിക്കുകയാണ്. സർവേശ്വര, ഞാൻ പാപിയാണ്.
പാപോഹം പാപകർമ്മോഹം, ഞാൻ മുഴുവൻ പാപമാണ്, പാപത്തിൻ്റെ പ്രവൃത്തിയുള്ളൂ, പാപത്തിൻ്റെ കർമ്മമേ ഉള്ളൂ. പാപാത്മാ, അകത്ത് മുഴുവൻ പാപമാണ്, പാപസംഭവ. ഞാൻ ജനിച്ചതും പാപത്തിലാണ്, സംഭവിക്കുക ജനിക്കുക, ഞാൻ പാപത്തിലാണ് ജനിച്ചത്. പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ ത്രാഹിമാം, എന്നെ ഒന്ന് രക്ഷിക്കാമോ, എന്നെ ഒന്ന് രക്ഷിക്കണേ. ത്രാഹിമം പുണ്ടരീകാക്ഷ സർവയജ്ഞേശ്വരോഹരി. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എല്ലാവർക്കും മനസ്സിലായില്ല, സാരമില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? മനുഷ്യൻ പാപത്തോട് പോരാടി പരാജയപ്പെടുന്നു. ഉന്നതന്മാരായ മഹർഷീന്ദ്രന്മാർ, അത് താപസ ശ്രേഷ്ഠന്മാർ, മണിത്തങ്കങ്ങൾ, മഹാർഘങ്ങൾ, വിലപ്പെട്ട നിധികൾ ലോകജനതയ്ക്ക് സംഭാവന ചെയ്ത അമൂല്യമായ ആശയത്തിൻ്റെ ഉപജ്ഞാതാക്കളായ മഹർഷീന്ദ്രന്മാർ, അവരും പാപത്തിൻ്റെ ആന്തരികമായ പോരാട്ടത്തിന് മുമ്പിൽ പതറി ഉലഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ തിരുവചനം പറയുന്നു, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു, എനിക്ക് സ്വാതന്ത്ര്യം തന്നു, ഞാൻ ആത്മീയ മനുഷ്യനായി. എങ്ങനെ സാധിക്കും? യുദ്ധം ചെയ്ത് കിട്ടുന്നതല്ല, നാം അധ്വാനിച്ച് നേടിയെടുക്കുന്നതല്ല, ഇതൊരു കൃപാദാനമാണ്. ഒരു സംഭവം കേട്ടിട്ടുണ്ട്. കടലിൽ പാലം നിർമ്മിക്കണം, കടലിൽ പാലം നിർമ്മിക്കണം. പാലം നിർമ്മിക്കാൻ വലിയ തൂണ് നാട്ടണം, വലിയൊരു ഇരുമ്പ് തൂണ്. എത്രയോ ആളുകൾ കൂടി പത്തേമാരികളിൽ കൊണ്ടുവന്ന് തറപ്പിച്ചു നിർത്തി, ആഴത്തിൽ ഇടിച്ചിടിച്ച് നിർത്തി. പക്ഷേ അതിൻ്റെ എൻജിനീയർ വന്ന് നോക്കിയപ്പോഴേക്കും അത് അവിടെയല്ല, അല്പം മാറണം, അവിടെ നിന്ന് ഇത്തിരി മാറണം. അപ്പോൾ അത് പറിച്ചെടുക്കണം. നോക്കി പറിക്കാൻ പറ്റുമോ? അത്ര ആഴത്തിലേക്ക് വെള്ളത്തിൽ മണലിലേക്ക് പൂണ്ടങ്ങ് അടിയിലേക്ക് പോയി, ചെളിയിലും മണലിലും ഒക്കെ ആയിട്ട് അടിയിലേക്ക് അങ്ങ് പോയിരിക്കുക. പറ്റില്ല, പൊങ്ങില്ല. വലിയ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് ഘടിപ്പിച്ചു, പൊങ്ങില്ല. വലിയ യന്ത്രങ്ങൾ പിടിപ്പിച്ചു, സാധ്യമല്ല. ഒടുവിൽ ഒരു വളരെ ബുദ്ധിമാനായ ഒരു എഞ്ചിനീയർ വന്ന് പറഞ്ഞു, കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, നമുക്കത് പറിച്ചെടുക്കാം, സൂത്രം ചെയ്യണം, ഇപ്പോൾ പെട്ടെന്ന് പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ഒരു വലിയ പത്തേമാരി കൊണ്ടുവന്നിട്ട് വലിയൊരു ഇരുമ്പ് ചങ്ങല അതിൽ കെട്ടണം, വലിയ ഇരുമ്പ് വടം കെട്ടണം. എന്നിട്ട് ഈ പത്തേമാരിയിൽ അത് കെട്ടിയിട്ട് അതിൻ്റെ ഒരറ്റം ഈ ഇരുമ്പ് തൂണിൽ കെട്ടിയിടണം. ഏട്ടാ കിടക്കട്ടെ. വേലിയേറ്റം വരും, വലിയ വേലിയേറ്റം, വെള്ളം പൊങ്ങും, ഭയങ്കരമായിട്ട് പൊങ്ങും. വേലിയേറ്റത്തിൽ വെള്ളം പൊങ്ങുമ്പോൾ അപ്പോൾ ആ തൂണ് താനേ പൊങ്ങിക്കോളും. കാരണം പത്തേമാരി പൊങ്ങുമ്പോൾ അപ്പോൾ അതിൻ്റെ കൂടെ ആ കെട്ടിയിട്ടിരിക്കുന്ന തൂണും പൊങ്ങിക്കോളും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ കാര്യം സാധിച്ചു എന്ന് ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുന്നു. ഒരു പ്രത്യേക സംഭവമാണ് നമുക്കത് പഠിക്കാനുള്ളത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് പൊക്കിയാൽ പൊങ്ങാത്തതൊന്നുമില്ല. തകർന്ന് കിടക്കുന്നവൻ, നശിച്ച് കിടക്കുന്നവൻ, ഉടഞ്ഞുപോയവൻ, ജീവിതമാകെ തകരാറിലായവൻ, അവൻ നേരെയാകും. ദൈവത്തിന് സ്തോത്രം. നേരെയാവില്ല എന്നാണ് വിചാരിച്ചത്, തീർന്നു എന്നാണ് വിചാരിച്ചത്, ആശ അറ്റുപോയി എന്നാണ് വിചാരിച്ചത്, ഇനി പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയുമില്ലെന്നാണ് വിചാരിച്ചത്. ഞാനിങ്ങനെ തോൽവി അടഞ്ഞ് നശിക്കുകയുള്ളൂ, ഞാൻ നിത്യ അന്ധകാരത്തിലേക്ക് പോവുകയുള്ളൂ, എനിക്കൊരു കാലത്തും ഒന്ന് ജയിക്കാൻ സാധിക്കില്ല, എൻ്റെ ഈ പാപം മാറാൻ പോകുന്നില്ല, ഇത്രയും വലിയ വീഴ്ചയിലല്ലേ ഞാൻ വീണത്, ഇനി ഞാൻ എഴുന്നേൽക്കാൻ പോകുന്നുണ്ടോ? ഇങ്ങനെ നിരാശയുടെ അടിത്തട്ടിലേക്ക് താണു പോയിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ അവനിതാ ഈ വെള്ളം ഒന്ന് പൊങ്ങിയാൽ മതി. പ്രിയപ്പെട്ടവരെ, ആ പത്തേമാരിയിൽ ഘടിപ്പിച്ച് അങ്ങനെ ഇട്ടിരിക്കുക, വെള്ളമൊന്ന് പൊങ്ങിയാൽ മതി. ദൈവത്തിന് സ്തോത്രം. പത്തേമാരി പൊങ്ങുമ്പോൾ മോനെ നീയും പൊങ്ങിക്കോളും. ദൈവത്തിന് സ്തോത്രം. എത്ര ആഴക്കുഴിച്ച് എത്രമാത്രം ആഴത്തിൽ പോയെങ്കിലും നിന്നെയും പൊക്കിയെടുക്കും. ദൈവത്തിന് സ്തോത്രം. കാരണം കരുണയുള്ള കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യം തരുന്നവനാണ്. നിങ്ങൾക്ക് വേണമോ ഈ സ്വാതന്ത്ര്യം? നിങ്ങൾക്ക് വേണമോ ഈ അത്ഭുതകരമായ വിടുതൽ? പരിശുദ്ധാത്മാവ് തരുന്നതായ ഈ സന്തോഷ പ്രകർഷം നിങ്ങൾക്ക് സ്വായത്തമാക്കണമോ? നിങ്ങൾക്ക് അനുഭവിക്കണമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്നും ചെയ്യണ്ട. കർത്താവേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എനിക്ക് ഇത്രമാത്രം നിന്നോട് പറയാനുണ്ട്. ഞാനൊരു പാപിയായ മനുഷ്യൻ, ജയിക്കാൻ ഞാൻ നോക്കിയിട്ടെന്നും പരാജയപ്പെട്ടൊരു മനുഷ്യൻ,
എന്നും ഞാൻ തീരുമാനമെടുക്കും. പക്ഷേ ചില ദിവസങ്ങളോ ചില മാസങ്ങളോ നിൽക്കും, ചിലപ്പോൾ ചില ആണ്ടുകൾ വരെ നിന്നിട്ടുണ്ട്. പക്ഷേ പിന്നെയും ഞാൻ പരാജയപ്പെട്ടു പോകുന്നു. സന്ദർഭം വരുമ്പോൾ ഞാൻ കോപിച്ചു പോകുന്നു. സന്ദർഭം വരുമ്പോൾ ഞാൻ ജഡികമായി ചിന്തിച്ചു പോകുന്നു. സന്ദർഭം വരുമ്പോൾ ഞാൻ പല ദുഷ്ടവികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു. കർത്താവേ, ചിലപ്പോഴെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് പാപം ഇരച്ചു കയറുന്നു. വേണ്ട എന്ന് ഞാൻ വിചാരിച്ച ചില കാര്യങ്ങൾ പിന്നെയും എന്നെ വശീകരിക്കാൻ വരുന്നു. ഞാൻ നിസ്സഹായനാണ് കർത്താവേ. ഞാൻ വിഷമിക്കുകയാണ്. എനിക്ക് സാധിക്കുന്നില്ല, എല്ലാം അസാധ്യമാണ്. ഞാൻ ജയിക്കാൻ ശ്രമിക്കും തോറും ഞാൻ പരാജയപ്പെടുകയാണ്. പൊങ്ങാൻ നോക്കും തോറും ഞാൻ താണു പോവുകയാണ്. എൻ്റെ ദൈവമേ, ഞാൻ ആഴമുള്ള കുഴിയിലും കുഴഞ്ചേറ്റിലും താണുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ ഒന്ന് ഉയർത്തിയെടുക്കാൻ നിനക്കേ കഴിയുകയുള്ളൂ. ഉടയവനെ, നിൻ്റെ കൈ വന്ന് എന്നെ ഒന്ന് പിടിച്ചുയർത്തിയല്ലാതെ വേറൊരു പോംവഴിയില്ല. ദൈവമക്കളെ, ഇങ്ങനെ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ കരുണയുള്ള കർത്താവ്, ജീവനുള്ള ക്രിസ്തു തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത കൃപയാലും ശക്തിയാലും നിങ്ങളെ പിടിക്കുകയും നിങ്ങളെ ഉയർത്തുകയും ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വ്യാപരിക്കും. പരിശുദ്ധാത്മാവ് തീയായി നിങ്ങളുടെ ശരീരത്തിലൂടെ പ്രസരിക്കും. പരിശുദ്ധാത്മാവ് തീയായി നിങ്ങളുടെ ഞരമ്പുകളിലൂടെ ഒഴുകും. പരിശുദ്ധാത്മാവ് തീയായി നിങ്ങളുടെ രക്തധമനികളിലൂടെ ഒഴുകും. പരിശുദ്ധാത്മാവ് തീയായി നിങ്ങളുടെ ശരീരകോശങ്ങളിൽ നിറയും. പരിശുദ്ധാത്മാവ് തീയായി നിങ്ങളുടെ സിരകളിലെല്ലാം നിറയും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ തീ, ആ തീ നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങും. ആ തീ നിങ്ങളുടെ മേൽ ഒഴുകാൻ തുടങ്ങും. ആ തീയിൽ നിങ്ങൾ കുളിക്കാൻ തുടങ്ങും. ആ തീയിലെ സ്നാനം അത് മനോഹരമായ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് പരിശുദ്ധാത്മാ സ്നാനം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് അന്യഭാഷ പറയുന്നതല്ല, അത് ദർശനം കാണുന്നതല്ല. നിങ്ങൾ വിശ്വസിക്കൂ, ഈ പരിശുദ്ധാത്മ സ്നാനം, അഭിഷേകം എന്നൊക്കെ പറയുന്നത് അന്യഭാഷ പറയുന്നതല്ല. ആത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് ദർശനം കാണുന്നതല്ല, ഏതെങ്കിലും കൃപാവരങ്ങളല്ല. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ നിറവാണ്. അത് തേജസ്സിൻ്റെ നിറവാണ്. അത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ നിറവാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങളിലേക്ക് പകരുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ വിശുദ്ധി, ക്രിസ്തുവിൻ്റെ ആ കാരുണ്യം അത് നിങ്ങളിലേക്ക് പകരുകയാണ്. ഏത് പ്രശ്നത്തെയും നിങ്ങൾക്ക് നേരിടാനുള്ള കൃപ ലഭിക്കുകയാണ്. നിങ്ങളെ മനുഷ്യർ കളിയാക്കും, നിങ്ങളെ മനുഷ്യർ തെറ്റിദ്ധരിക്കും, നിങ്ങളെ ചിലരെ പരിഹസിക്കും, നിങ്ങളെ ആക്ഷേപിക്കും. അപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളിൽ ചിരിയായിരിക്കും. കാരണം എൻ്റെ കർത്താവേ, നീ എല്ലാം അറിയുന്നു, നീ സത്യമായി അറിയുന്നു. മനുഷ്യർക്ക് തെറ്റിദ്ധാരണയുണ്ട്, പക്ഷേ നീ എല്ലാം ശരിയായി ധരിക്കുന്നുണ്ട്. ഉടയവനെ, ഞാൻ നിൻ്റെ തിരുമുൻപാകെ എന്നെ തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ സന്നിധിയിലേക്ക് എന്നെ ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഉടയവനെ, നിൻ്റെ കരം എൻ്റെ മേൽ വെക്കണമേ. നിൻ്റെ ആ തൃക്കരം തൊട്ടാൽ മതി, ആ തിരുരക്തത്തിൻ്റെ തുള്ളി മതി എനിക്ക് രൂപാന്തരം ലഭിക്കുവാൻ. ആ തിരുരക്തം എനിക്ക് വേണ്ടി കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തം, എനിക്ക് വേണ്ടി ചങ്ക് തുറന്നൂറ്റിയ ആ കുറ്റമില്ലാത്ത രക്തം, ആ ഒരു തുള്ളി രക്തം മതി എനിക്ക് രൂപാന്തരം ലഭിക്കുവാൻ. കർത്താവേ, ഞാൻ അറിയുന്നു, നീ ഒന്ന് മനസ്സ് വെച്ചാൽ മതി. എൻ്റെ കർത്താവേ, നിൻ്റെ അരികിലേക്ക് എനിക്ക് വരാൻ സാധിക്കില്ല. കർത്താവേ, നീ എൻ്റെ അരികിലേക്ക് വരികയല്ലാതെ വേറെ പോകാൻ വഴിയില്ല. എൻ്റെ ദൈവമേ, ബേത്ലഹേം വരെ യാത്ര ചെയ്യാൻ സാധ്യമല്ല, ഗോകുൽത്താ വരെ യാത്ര ചെയ്യാൻ സാധ്യമല്ല, യെരൂശലേം തീർത്ഥയാത്ര ചെയ്യാൻ എനിക്ക് കഴിവില്ല. എൻ്റെ കർത്താവേ, വേറെ ഒരിടത്തും പോയി മുട്ടുവാനും എനിക്ക് കഴിവില്ല. എനിക്കാകെ കഴിവുള്ളത് ഞാൻ ഈ ആഴമുള്ള കുഴിയിലും കുഴഞ്ചേറ്റിലും കിടന്നുകൊണ്ട് കരയുക എന്നുള്ളത് മാത്രം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ വശം കെട്ടവരായി നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ അപ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ കരം വന്ന് നിങ്ങൾ ഉയർത്തുന്നത്. കർത്താവേ, ഞാൻ വശം കെട്ടുപോയി, എനിക്ക് കഴിവില്ല കർത്താവേ, എൻ്റെ സ്വഭാവം മാറുന്നില്ല കർത്താവേ, ഞാൻ തോറ്റ് ഞാൻ വിഷമിക്കുന്ന കർത്താവേ, ഞാൻ എന്നും നിരാശപ്പെട്ടു പോകുന്നു, എനിക്ക് ജയം കിട്ടുന്നില്ല എന്നും തീരുമാനമെടുത്തു, പക്ഷേ ഞാൻ തോൽവി അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, അഭിമാനിക്കാൻ ഒന്നും എനിക്കില്ല, അഭിമാനകരമായി ഒന്നും എനിക്ക് പറയാനില്ല. തോൽവി അടഞ്ഞ ഒരു പാവം മനുഷ്യനാണ് ഞാൻ. എൻ്റെ ദൈവമേ, നീ എന്നെ ഒന്ന് ഉയർത്തണമേ, നീ എന്നെ ഒന്ന് ജയിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, നിങ്ങളെ സമർപ്പിക്കുവീൻ. പരിശുദ്ധാത്മാവിന്റെ കൃപ നിങ്ങളുടെ മേൽ ഒഴുകട്ടെ, പരിശുദ്ധാത്മാവിന്റെ തീ നിങ്ങളുടെ മേൽ പ്രസരിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിജ്വാല നിങ്ങളെ മൂടട്ടെ. പ്രിയപ്പെട്ടവരെ, അഗ്നി നിങ്ങളെ സ്പർശിക്കട്ടെ, സ്വർഗീയ അഗ്നി നിങ്ങളെ തൊടട്ടെ, സ്വർഗീയ അഗ്നി നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ, സ്വർഗീയ അഗ്നിയുടെ സ്നാനം നിങ്ങൾക്ക് ലഭിക്കട്ടെ, നിങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ തീ ഇറങ്ങട്ടെ. കഹനകളെ, നിങ്ങൾ വിശുദ്ധിയുടെ തീജ്വാലയിൽ നിങ്ങൾ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ദൈവത്തെ സ്തുതിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. കഹനകളെ, വൈദികരെ, നിങ്ങൾ ഭയത്തോടും വിറയോടും കൂടി ഇരിപ്പീൻ. കഹനകളെ, ഈ ജ്വാലയിൽ നിങ്ങൾ കത്തിപ്പോകാതിരിപ്പീൻ.
പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എന്ത് പറയുന്നു? ഇപ്പോൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോടൊരു വാക്ക് പറയാം. കർത്താവേ, ഞാൻ ഇതുവരെയും തോൽവി അടഞ്ഞവനാണെങ്കിലും ഇനി ഞാൻ എഴുന്നേൽക്കാൻ പോകുന്നത് ഒരു ജയാളിയായിട്ടാണ്. കാരണം നീ എന്നും ജയിക്കുന്നവനായി ജീവിക്കുന്നു. നീ മരണത്തെ ജയിച്ചു, നീ പാതാളത്തെ ജയിച്ചു, നീ കർത്താവേ, നീ എതിർപ്പുകളെ ജയിച്ചു. കർത്താവെ, തള്ളിപ്പറഞ്ഞു, ഒറ്റിക്കൊടുത്തു, കർത്താവെ, കന്നത്തടിച്ചു, മുഖത്ത് തുപ്പി, യേശുവേ ശിരസിൽ മുൾമുടി വെച്ചു, കൈകളും കാലുകളും തുളച്ചു, പീഡകളേറ്റു, എല്ലാറ്റിലും തോൽവി അടഞ്ഞപ്പോൾ നീ കുരിശിൽ മരിച്ചല്ലോ. കർത്താവെ, എന്നെ ജയിപ്പിക്കാൻ കുരിശിൽ മരിച്ചവനെ, നിന്റെ തിരുരക്തത്തെ ഞാൻ ശരണപ്പെടുന്നു. എന്നെ നിനക്ക് തരുന്നു. എന്നെ ജയിപ്പിക്കണമേ, എന്നെ വിജയിപ്പിക്കണമേ. എൻ്റെ തോൽവികൾ അടഞ്ഞ് എന്നേക്കുമായി അടച്ചു മാറ്റണമേ. എൻ്റെ തോൽവികൾ എന്നേക്കുമായി പൂട്ടിയിടണമേ. കർത്താവേ, എൻ്റെ ദൈവമേ, എന്നെ ജയിപ്പിക്കണമേ. എൻ്റെ മേൽ നിന്റെ കൃപയുടെ കരം വെക്കണമേ. തിരുരക്തം എൻ്റെ മേൽ പുരട്ടണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിപ്പീൻ ദൈവജനമേ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ജീവനുള്ള ദൈവമേ, സ്നേഹം നിറഞ്ഞ കർത്താവേ, അവിടുത്തെ വൻകൃപയ്ക്കായി സ്തോത്രം, തിരുവചനങ്ങൾക്കായി സ്തോത്രം, ജീവന്റെ ആലോചനകൾക്കായി സ്തോത്രം, സ്നേഹത്തിൻ്റെ ദൂതനായി സ്തോത്രം. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ തീ ഞങ്ങളുടെ മധ്യത്തിൽ മിന്നിയതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് തീപ്പൊരി ഞങ്ങളുടെ മേൽ വാരി എറിഞ്ഞതിനായി സ്തോത്രം. കർത്താവേ, പരിശുദ്ധാത്മാവ് തീക്കനൽ ഞങ്ങളുടെ മേൽ വന്ന് തൊട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ ഉള്ളത്തെ കത്ത് പിടിപ്പിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ. രോഗങ്ങൾ മാറ്റണമേ കർത്താവേ. രോഗസൗഖ്യം അയക്കണമേ കർത്താവേ. മനോഭാരത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ കർത്താവേ. ദുഃഖിച്ചിരിക്കുന്നവർക്ക് സമാധാനം കൊടുക്കണമേ കർത്താവേ. അകന്നുപോയവരെ അടുപ്പിക്കണമേ കർത്താവേ. പിണങ്ങിയിരിക്കുന്നവരെ ഇണക്കണമേ കർത്താവേ. എൻ്റെ ദൈവമേ, ഭിന്നിച്ചു പോയവരെ ഒന്നിപ്പിക്കണമേ കർത്താവേ. അകന്നുപോയ കുടുംബ ബന്ധങ്ങൾ അടുക്കണമേ കർത്താവേ. പിണങ്ങിപ്പാർക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിക്കണമേ കർത്താവേ. എൻ്റെ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, അടഞ്ഞുപോയ ഗർഭപാത്രങ്ങളെ തുറക്കണമേ കർത്താവേ. എൻ്റെ ദൈവമേ, നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് പുതു പ്രത്യാശ നൽകണമേ. ജീവനുള്ള ദൈവമേ, കുടുംബങ്ങളിലേക്ക് സമാധാനവും ശാന്തിയും പകരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.